ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ചായക്കട തട്ടുകടയിൽ വന്നിട്ട് കുറച്ച് ആൾക്കാരെ ഒന്ന് ഭീഷണിപ്പെടുത്തി. അവൻ എങ്ങനെയും ജീവിച്ചു പോട്ടെ, ദൈവത്തെ ശല്യമായിട്ട് വരരുത്, ഒരു അപേക്ഷയാണ്. നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും അത്രമാത്രം ഇത് സിനിമയിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ പത്തനാപുരത്തുണ്ട്. അവരെല്ലാവരും പറഞ്ഞു നടക്കണം ഞാൻ പത്തനാപുരത്തുകാരനാണ്. സാറേ ഞാൻ പത്തനാപുരത്ത് അങ്ങനെ ഈ പത്തനാപുരത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എന്ത് മനസ്സിലാക്കണം. ഈ പത്തനാപുരത്തുള്ള ഒരു ആൾക്കാർ പോലും അവനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവൻ്റെ ഒരു പോസ്റ്റർ ഒട്ടിച്ചാൽ അത് വലിച്ചു കളയുന്ന സമൂഹമാണ് ഈ നാട്ടിലുള്ളത്. എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം, സുജാതയ്ക്കും അറിയാം, അണ്ണൻ്റെ വീട്ടിലും അറിയാം. ആ കടയിലാണോ ജോലി എന്നൊക്കെ ചോദിച്ചാൽ അതുകൊണ്ട് നമുക്ക് വളരെയധികം സന്തോഷം. അവൻ്റെ ഭാര്യ സുജാത അവനോട് എപ്പോഴും ആത്മാർത്ഥമായിട്ട് അവനോട് വീട്ടിൽ പുള്ളി ഒരു ഭജൻസിന് വന്ന് അങ്ങനെ എനിക്ക് നല്ല ഇവരുമായിട്ട് നല്ല പരിചയമായിരുന്നു. അങ്ങനെ അന്ന് അവരെ വിളിച്ച സമയത്താണ് ഒരു പ്രോഗ്രാം വിളിക്കുന്ന സമയത്ത് ഒരുപാട് സീരിയലിലും സിനിമയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ പത്തനാപുരത്തുണ്ട്. അവരെല്ലാവരും പറഞ്ഞു നടക്കണം ഞാൻ പത്തനാപുരത്തുകാരനാണ്. സാറേ ഞാൻ പത്തനാപുരത്ത് അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടോ? ഇല്ല. പത്തനാപുരത്തിന്റെ പേര് പറയണമെന്ന് ഏതെങ്കിലും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പുതിയ എന്തെങ്കിലും ഭരണഘടനയെ പറയുന്നുണ്ടോ? പുതിയ എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ പത്തനാപുരത്തിന്റെ പേര് പറയണമെന്ന്? പേര് പറഞ്ഞില്ലെങ്കിലും ഒരു കലാകാരനെ അംഗീകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പത്തനാപുരം എന്ന് പറഞ്ഞാൽ നാടിനെ, ഞാനും പത്തനാപുരത്തുകാരനാണ്, നാടിനെ ഒരിക്കലും കുറ്റം പറയല്ല. പക്ഷേ നല്ല ആൾക്കാർ ഒരുപാടുള്ള ഈ സമൂഹത്തിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ, ദുഷിച്ച ആൾക്കാർ ഉണ്ട്. അതാണ് പറഞ്ഞത്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ രാജേഷ് കൊട്ടാരത്തിൻ്റെ ചായക്കടയിലാണുള്ളത്. ഒരുപാട് കലാകാരന്മാർക്ക് പ്രോത്സാഹനവും അതുപോലെ തന്നെ അവർക്കൊരു വഴികാട്ടിയായിട്ട് നിൽക്കുന്ന രാജേഷ് കൊട്ടാരത്തിൻ്റെ ഉറ്റ സുഹൃത്താണ് ഈ സുമേഷ് കുമാര. ഒരുപാട് പരിഹാസങ്ങൾ കേട്ടിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് രാജേഷ് കൊട്ടാരത്തിൽ. കാരണം ഞങ്ങളുടെ സ്റ്റേജ് ഷോ മുതൽ ഇന്ന് റിയാലിറ്റി ഷോയിൽ എത്തി നിൽക്കുന്ന ആ സമയം വരെ ഇപ്പോഴും ഇന്ന് രാവിലെ കൂടി അവൻ വിളിച്ച് കുറച്ച് കാര്യങ്ങൾക്ക് സംസാരിച്ചതേ ഉള്ളൂ. അവൻ്റെ തുടക്കകാലം മുതൽ അവനോടൊപ്പമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, എൻ്റെ ഒരു സഹോദരൻ എന്ന നിലയിൽ പറയാനുള്ളത്, സ്വന്തം നാട്ടിൽ നിന്ന് പോലും നല്ലൊരു പ്രോത്സാഹനം, ഒരു ആദരവ് പോലും കിട്ടാത്ത ഒരു വ്യക്തിയാണ് രാജേഷ്. ഒരുപാട് പരിഹാസങ്ങൾ നേരിട്ട് വന്ന ഒരു വ്യക്തിയാണ്. കാരണം പരിഹാസങ്ങൾ എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ കോട്ടയം ഓസ്കാർ എന്ന് പറയുന്ന ഗ്രൂപ്പിലായിരുന്നു ആദ്യം അവനൊരു ഗ്രൂപ്പിട്ടു. വളരെ കഷ്ടപ്പെട്ട ഒരു ചെറിയൊരു ഗ്രൂപ്പിട്ടു. അതിൻ്റെ പോസ്റ്റർ പോലും റോഡ് സൈഡിൽ ഒട്ടിക്കുമ്പോൾ വലിച്ചുകീറി കളയുന്ന ഒരു സമൂഹത്തെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരു ഫ്ലെക്സ് വയ്ക്കാൻ പറ്റത്തില്ല, ഒരു പോസ്റ്റ് വയ്ക്കാൻ പറ്റത്തില്ല, ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെതിരെ വന്ന് വിമർശിക്കുന്ന പല ആൾക്കാരുമുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ പരിഹസിക്കാൻ എന്ത് യോഗ്യതയാണ്? എന്ത് യോഗ്യതയാണ് രാജേഷ് കൊട്ടാരത്തിനെ പരിഹസിക്കാൻ നിങ്ങൾക്കുള്ള യോഗ്യത എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാകുന്നത്? ഒരുപാട് അവൻ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു പ്രയത്നം തന്നെയാണ്. അത് രാജേഷിൻ്റെ സ്വന്തം നാടായ പത്തനാപുരത്ത് ഒരു ക്ലബിൻ്റെ പരിപാടി, ഓണാഘോഷ പരിപാടി, അതിന് ഞങ്ങൾ ഒരവസരം ചോദിച്ചു. ഞങ്ങൾക്കൊരു ചെറിയൊരു ട്രൂപ്പുണ്ട്, ഒരു പ്രോഗ്രാം, വലിയ പേയ്മെൻറ്റ് റേറ്റ് ഒന്നും വേണ്ട, വലിയ കാശൊന്നും വേണ്ട, ഞങ്ങൾ ചെറിയൊരു ഷോ നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ സ്വന്തം നാട്ടുകാരായിട്ട് പോലും വേണ്ട, ഞങ്ങൾ വേറെ ടീമിന് അവസരം കൊടുത്തു, ഞങ്ങൾ ബുക്ക് ചെയ്തു. സത്യത്തിൽ അങ്ങനെ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ രാജേഷിന്റെ പെങ്ങളാണ്, പേര് സുനിത. ഇതെന്റെ മോള്, പിന്നെ മോനുണ്ട് പേരെന്താ? അതുല്യ. ഇതെന്റെ മോന്. ഞങ്ങൾ പ്രോഗ്രാം കാണാറുണ്ട്. വരാൻ പറ്റില്ലായിരുന്നു. ഞാൻ അണ്ണന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അണ്ണനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അണ്ണൻ തിരിച്ചെനിക്ക് മെസ്സേജ് ഇട്ട് ഇത്ര ഉയരം വരെ എത്തിയില്ലയോ നമ്മള്, അത് തന്നെ ഭാഗ്യം. അണ്ണന്റെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. എന്തായിരുന്നെന്നും അണ്ണൻ എങ്ങനെയായിരുന്നു എന്നും എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. എനിക്കും അറിയാം, എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം, സുജാതയ്ക്കും അറിയാം, അണ്ണന്റെ വീട്ടിലും അറിയാം, സുജാതയുടെ വീട്ടിലും അറിയാം. അപ്പൊ ഇങ്ങനെ ഒരു നിലയിലെത്തിയതിൽ ഭയങ്കര അഭിമാനമുണ്ട് അല്ലേ? മോക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയുന്നത് അവരിത്രയും ഇതായതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ചായക്കട, ഒരു തട്ടുകടയിൽ വന്നിട്ട് കുറച്ച് ആൾക്കാർ ഒന്ന് ഭീഷണിപ്പെടുത്തി. എന്തിന് ഈ ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത്? എന്ത് നേട്ടമാണുള്ളത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. രാജേഷില്ലായിരുന്നു, അച്ഛൻ മാത്രമേ ഉള്ളായിരുന്നു ഈ കടയിൽ. അച്ഛൻ ബൈക്കിൽ വന്നിട്ട് പത്തനാപുരത്തിന്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. എങ്ങനെ? പത്തനാപുരത്തിന്റെ പേര് പറഞ്ഞില്ല. രാജേഷ് പത്തനാപുരം സ്വദേശിയാണ്. പത്തനാപുരം കുണ്ടയം മണികണ്ഠൻചിറ ഭാഗത്തുള്ളതാണ്. അവിടെയുള്ള ജനിച്ചതെല്ലാം അവിടെയാണ്, വളർന്നത് അവിടെയാണ്. ഇപ്പോൾ താമസിക്കുന്നത് 5 വർഷം കൊണ്ട് പെരിങ്ങനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ വാടകയ്ക്ക് വീട് അവിടെയാണ് താമസിക്കുന്നത്. അപ്പം പത്തനാപുരത്തിന്റെ പേര് ചാനലിൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞാണ് ഈ ഭീഷണി പറയും. അപ്പോൾ അച്ഛൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ പാവപ്പെട്ട അച്ഛനോട് വന്ന് ഭീഷണിപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ രാജേഷിനോട് ചോദിക്കട്ടെ. അല്ലെങ്കിൽ ഈ ഭീഷണിപ്പെടുത്തുന്നത് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, ഞങ്ങളുടെ സുഹൃത്തുക്കളോട് വന്ന് ചോദിക്കണം. ഞങ്ങൾ ചാനൽ എങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ കയറിയതാകുമ്പോൾ അച്ഛനെ കണ്ടപ്പോൾ ഒന്ന് തിണ്ണമെടുക്കുന്ന പറയത്തല്ലേ, അതാണ് ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ പത്തനാപുരത്ത് തന്നെ ഉള്ളവരാണ്, ആരാണ് വ്യക്തമല്ല. ഇങ്ങനെ ആഗ്രഹിച്ച് നിന്നിട്ട് അതിൽ നിന്നൊക്കെ തെന്നി പോയിട്ടുണ്ട്. ഒരുപാട് വിഷമിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അതിന്നിട്ട് ഈ ഒരു അവസരം കിട്ടി, അത് ഇത്രത്തോളം ആയപ്പോൾ ഒരു ഭാവിയിലേക്ക് ഒരു ഭാവിയിൽ അവൻ്റെ ഫാമിലിക്ക് ഒരു പുള്ളിയുടെ ആഗ്രഹം തന്നെ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. അതാണ് അതും തമ്പുരാനും ദൈവം സംവിധാനം നടത്തി തരട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ടോട്ടലി നമ്മളൊരു സന്തോഷമാണ്. കടയൊക്കെ എങ്ങനെ പോകുന്നു? കട ഇപ്പം കണ്ടതിനേക്കാളും ഒരുമാതിരി കുറേ കൂടെ ഒരു മെച്ചപ്പെട്ടിരിക്കും. അതിലൊന്നും കുഴപ്പമില്ല. എല്ലാം അവൻ്റെ പ്രയത്നമാണ്. നമ്മുടെ കുഞ്ഞും കുട്ടികളും അമ്മ എല്ലാവരുമായിട്ടിരുന്ന് കാണാനും പലതിലും നമ്മൾ കാണുന്നുണ്ട്, പല രീതിയിലുള്ള കുട്ടികൾ വരുന്നുണ്ട്, ദ്വയാർത്ഥ പ്രയോഗങ്ങളും അല്ലേ? പലരും എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു നാടൻ ശൈലിയാണ് ഞങ്ങൾക്ക് കുടുംബമായിട്ടിരുന്ന് കാണാനുള്ള രീതി. പുള്ളിക്കാരൻ്റെ എൻ്റെ മുമ്പിൽ വെച്ച് ഈ അഭിപ്രായം പറയാൻ ഞാൻ കേട്ടോ. 3 പേരുടെയും പ്രോഗ്രാം വളരെ നല്ലതാണ്. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. ഒരു നല്ല രീതി നല്ല നിലയിലെത്തട്ടെ. അവൻ്റെ പ്രയത്നം കൊണ്ടാണ് ഈ നിലയിലെത്തിയത്. അതിന് വന്നിട്ട് അച്ഛനുള്ള സമയത്ത് വന്നിട്ട് ഭീഷണിപ്പെടുത്തുക, പത്രാവർത്തിൻ്റെ പേര് പറഞ്ഞില്ല. ഞാനൊരു കാര്യം ചോദിച്ചിട്ട് സുഹൃത്തെ, ഈ പത്രാവർത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എന്ത് കാര്യം സഹിക്കണം? ഈ പത്രാവർത്തുള്ള ഒരു ആൾക്കാർ പോലും അവനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവൻ്റെ ഒരു പോസ്റ്റർ ഒട്ടിച്ചാൽ അത് വലിച്ചു കീർക്കെടുത്ത് കളയുന്ന സമൂഹമാണ് ഈ നാട്ടിലുള്ളത്. അതൊന്ന് ആലോചിക്കണം. അവനൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ വിമർശനമായിട്ട് 100 പേര് വരും. പത്തനാട്ടുകാരെ ഞാൻ കുറ്റം പറയല്ല, നല്ല കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന നല്ല കലാകാരന്മാരുള്ള നാടാണ് പത്തനാട്. അവരെ ആരെയും കുറ്റം പറയല്ല. പക്ഷേ ഈ നല്ല ആൾക്കാരെ അവിടെ ചീത്തപ്പേര് കേൾപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അതല്ലേ, നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് യോഗ്യതയുള്ളത്? അവനെ കുറ്റം പറയാൻ എന്ത് യോഗ്യതയാണ്? ഒരു യോഗ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. രാജേഷും ഈ 3 പേര് നേരത്തെ അറിയാവുന്നവരാണോ? അല്ല, ഒരിക്കലും അല്ല. അവർ ഇതിനു മുമ്പ് ഞങ്ങൾ അമൃത ടി വിയിൽ വെച്ച് ഞങ്ങൾ ഒരു ഓഡീഷന് പോയപ്പോൾ ഞങ്ങൾ ഇവരെ രണ്ടുപേരും സുജിത്തിനെയും ഹരിയും കണ്ടു. അന്ന് മുതൽ തുടങ്ങിയ ഒരു സൗഹൃദമാണ്. പിന്നീട് അവർക്ക് വലിയ കോൺടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. വല്ലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ മെസ്സേജിലൂടെ ചാറ്റൊക്കെ ചെയ്യും. അങ്ങനെ ഇന്ന സമയത്ത് അവർ ഇതുപോലെ ഓഡീഷന് പോയി. അപ്പം രാജേഷിനും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ വേറെ അവരെ ഒപ്പത്തിൽ നിൽക്കാനുള്ള ആൾക്കാരെ കിട്ടിയിട്ടില്ല. സ്കെറ്റ് കളിക്കാനുള്ള ആൾക്കാരെ 3 പേര് വേണമല്ലോ. അവിടെ ഐറ്റം വേറെ ലെവലിൻ്റെ പ്രത്യേകത ഉൾപ്പെടുന്ന ഒരു ടീം ആയിരിക്കണം. അപ്പം ഒരുപാട് അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് വേറെ ചില സിനിമയുടെ ചില വർക്കുകളൊക്കെ ആയതുകൊണ്ട് അവനോടൊപ്പം പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇവൻ അവിടുത്തെ എറണാകുളത്ത് വെച്ച് ഒരു ഇൻ്റർവ്യൂ വഴി അങ്ങനെ എന്തോ ഓഡിഷൻ പോയ വഴി കണ്ടുമുട്ടിയ സുഹൃത്തുക്കളാണ് ഇവർ 3 പേര് ഒന്നിക്കാൻ കാരണം. അവരും ഒരാളെ തപ്പി നടക്കായിരുന്നു. അപ്പം 2 പത്തനംതിട്ടക്കാരും ഒരു കൊല്ലം ജില്ലക്കാരനുണ്ടായപ്പം അവരുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര സ്ഥിരം പ്രഷറാണ്. നല്ല പ്രോഗ്രാം, നല്ല പ്രോഗ്രാം. നമ്മൾ മൊബൈലിലും കാണുന്നുണ്ട്, ടി വിയിലും കാണുന്നുണ്ട്. നമ്മൾ മൊബൈൽ എടുത്താൽ തന്നെ അവരുടെ പ്രോഗ്രാമാണ് കൂടുതലും കാണുന്നത്. കാര്യം നമുക്ക് നമ്മൾ കാർപ്പൻ്റ് വർക്ക് കഴിഞ്ഞിട്ട് ഉണ്ടിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ മൊബൈൽ എടുത്താൽ നമുക്ക് കണ്ട് ചിരിക്കാൻ പറ്റുന്ന നമ്മൾ അറിയാതെ തന്നെ ചിരി വരുന്ന എന്ന് വെച്ചാൽ അത് നമുക്ക് ഓർത്തോർത്ത് ചിരിക്ക് വരുന്ന മുഹൂർത്തങ്ങൾ ഒരുപാട് കൗണ്ടറുകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ട്. ദേവനന്ദയും ദേവിനന്ദയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടെന്ന് വെച്ചാൽ അവർ അച്ഛൻ്റെ എല്ലാ സ്ക്രിപ്റ്റ് വർക്ക് മുതൽ അവരെ തുണയായിട്ട് അവർ സപ്പോർട്ടിങ് ഉണ്ട്, എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് പിള്ളേർ നല്ല പ്രോത്സാഹനമാണ്. ഇടയ്ക്ക് പ്രോഗ്രാമിൽ ചേച്ചി പറഞ്ഞിട്ട് ചില സമയത്തൊക്കെ നമുക്ക് വിഷമമുണ്ടാകും. കാരണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ചാണ് ഇവർ ചെയ്യുന്നത്. ഒരുപാട് പെയിന്റിങ്ങിന്റെ പണിക്ക് വരെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റാറുണ്ടോ? നിങ്ങളും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല? തീർച്ചയായിട്ടും. എന്നിട്ട് പോലും ഈ അവസ്ഥ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും അത്യാവശ്യത്തിന് പലരും കടം ചോദിച്ചാൽ അദ്ദേഹം ഒപ്പിച്ചു കൊടുക്കാറുണ്ട്, പല റോൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ആ റോൾ ചെയ്യുന്ന ആൾക്കാരൊന്നും പകുതി പേര് തിരിച്ചു കൊടുക്കാറുമില്ല. അങ്ങനെയുണ്ട്. ഞാൻ ഉൾപ്പെടെ കൊടുക്കാറുണ്ട്. കാര്യം പറയുമ്പോൾ എല്ലാവരും എല്ലാം പറയണല്ലോ. ഞാൻ ഉൾപ്പെടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ രാജേഷ് ചിലപ്പോൾ പഴയ പൈസ ചോദിച്ചാലോ? തുടക്കകാലത്ത് ഞാനും രാജേഷും ശ്യാം പത്തനാപുരം ഞങ്ങൾ 3 പേരായിരുന്നു ആദ്യം കോമഡി ഷോ ആയിട്ട് രംഗത്തൊക്കെ ഇറങ്ങിയത്. ഞങ്ങൾ 3 പേരായിരുന്നു ആദ്യം. പിന്നീട് ഞങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ പല വേറെ തൊഴിലുകൾ അന്വേഷിച്ച് പോവുകയും പിന്നെ രാജേഷ് കണ്ടുപിടിച്ചതാണ് സുജിത്തിനെയും ഹരിയും. അതിപ്പം എന്താ പറയുക, ഒരു അഭിമാനം തോന്നി. ബജ്ജി, കാബജ്ജി, മുളക് ബജ്ജി, ഇങ്ങനെ ബജ്ജി ഐറ്റങ്ങളാണ് ഇവിടെ കൂടുതലും പോകുന്നത്. പിന്നെ എല്ലാ ഐറ്റങ്ങളും ഉള്ളിവട ഫേമസാണ്. എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഇപ്പോൾ എത്ര നാളായി ചേട്ടൻ വന്നിട്ട്? ഞാൻ ഇപ്പോൾ 3-4 ദിവസമേ ആയുള്ളൂ. പക്ഷേ വേറൊരാൾ വയ്യാതെ എന്നെ വിളിച്ചതല്ലേ. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട് നല്ല അന്തരീക്ഷം, നല്ല ചെലവുണ്ട്, സന്തോഷമുണ്ട്, ഒരു തിരക്കുണ്ട്, എപ്പോഴും എൻഗേജ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നു, ജോലി ചെയ്യാനൊരു സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ രാജേഷിനെയൊക്കെ നേരത്തെ അറിയാമായിരുന്നു? ജോലി ചെയ്തോണ്ട് പറഞ്ഞു. ജോലി ചെയ്തോണ്ട്
പരിപാടി കണ്ടിട്ടുണ്ട്, അല്ലാതെ പരിചയമൊന്നുമില്ല. പരിപാടി കണ്ടിട്ടുണ്ട്. ഇവിടെ വരുമ്പോ അറിയാം രാജേഷിനെ അറിയാം. കോമഡി കണ്ട് നമ്മള് വലിയ സന്തോഷമുണ്ട്. ഒരു കലാകാരന്റെ സ്ഥാനത്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ പലരും നമ്മളോട് ഇപ്പം ചോദിക്കാൻ തുടങ്ങി, ആ കടയിലാണോ ജോലി എന്നൊക്കെ ചോദിച്ചാൽ, അതുകൊണ്ട് നമുക്ക് വളരെയധികം സന്തോഷമാണ്. ഇപ്പം മില്യൺസ് ഒക്കെ അടിക്കുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ ഉള്ള അങ്ങനെയുള്ളൊരു എന്തായിരുന്നു അതിന്റെ ഒരു ഇപ്പം നമ്മളിപ്പം പല ആൾക്കാരും ഈ ഒരു കലാരംഗത്തേക്ക് വന്നിട്ടുണ്ട്. അവരിങ്ങനെ അടിക്കുന്നതായാലും കയറി പോകുന്നതായാലും നമ്മൾ കണ്ട് ആ ഒരു ലെവലിൽ അണ്ണൻ എത്തിയപ്പോൾ ഭയങ്കര, അതായത് പലരും മില്യൺ അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ അത് റിയൽ ആയിട്ട് വന്നപ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ മില്യൺ അടിച്ച് ഇങ്ങനെ എൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. അണ്ണൻ്റെ ഒരു ചിത്രം വരച്ച ഒരാൾ ഇട്ടേക്കുന്നത് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അവൻ്റെ ഭാര്യ സുജാത അവനോട് എപ്പോഴും ആത്മാർത്ഥമായിട്ട് അവനോട് കൂടെ ഉണ്ടായിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു ആ പെണ്ണ്. എല്ലാ കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കും. സ്ക്രിപ്റ്റ് എഴുതുന്നതിനായാലും കുടുംബപരമായിട്ടായാലും എല്ലാ കാര്യങ്ങളും സപ്പോർട്ടായിട്ട് ഒരു തുണയായിട്ട് എല്ലാ പുരുഷൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയത്തില്ല. അതൊരു എക്സാമ്പിളാണ് സുജാത. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ അഭിപ്രായം ചോദിക്കും. അത് ഫാമിലിയോടാണ് ചോദിക്കുന്നത്. മക്കളോടും സുജാതയെ വിളിച്ചിരുത്തിയിട്ടാണ് എങ്ങനെയുണ്ട് ഇത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ചിരിക്കുമോ? അവർ ചിരിക്കുമ്പോൾ അവന് മനസ്സിലാവും ഇത് കേൾക്കും. ആദ്യത്തെ പരീക്ഷണം സുജാതയിലാണ്. മക്കളുമാണ്. അപ്പോൾ അവരഭിപ്രായം ചേട്ടാ കൊള്ളാന്ന് പറയുമ്പോൾ ബാക്കി പിന്നെ ധൈര്യമാണ്. അപ്പം സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടുന്ന അത്ര ഒരു സപ്പോർട്ട്, ഒരു ധൈര്യം വേറെ എങ്ങനെയും കിട്ടും. ഇതിനു മുമ്പോട്ടുള്ള കലാകാരന്മാരുടെ ഒന്നും ഒരു പാതയല്ല. അവരുടെ കവറേതായ ഒരു നിലപാടല്ല, അവർ സ്വന്തമായിട്ടൊരു സ്റ്റൈലുണ്ട്. അതിന് സൂപ്പർ പരിപാടി, നല്ല പരിപാടി. നേരത്തെ ഇവരെ അറിയാമോ? ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഈ പിന്നെ ഹരിച്ചേട്ടനും മറ്റേ വേറെ വനജ ടീച്ചർ പുള്ളി, അത് ഞങ്ങൾ നമ്മുടെ ഒരു ബന്ധു വീട്ടിൽ പുള്ളി ഒരു ഭജൻസിന് വന്ന്, അങ്ങനെ എനിക്ക് ഇവരുമായിട്ട് നല്ല പരിചയമായിരുന്നു. അങ്ങനെ അന്ന് അവരെ വിളിച്ച സമയത്താണ്, ഒരു പ്രോഗ്രാം വിളിക്കുന്ന സമയത്താണ് ഈ കോമഡി ഉത്സവത്തിൽ ഈ ഐറ്റം വേറെ പ്രോഗ്രാമിന്. അങ്ങനെ ഞാൻ ഇവർ മൊബൈലിൽ നിന്ന് നമ്പർ എടുക്കാൻ നോക്കിയപ്പോൾ അവർ ഫ്ലവേഴ്സിൽ പ്രോഗ്രാം ഞാൻ കാണും. ശരി. അവരിനിയും ഉയരങ്ങളിലേക്ക് പോകും. മെയിനായിട്ടുള്ളത് ഇവർക്ക് വേറെ ഈ എല്ലാവരും കൂടി ഇരുന്ന് കാണാവുന്നതല്ല. അപ്പൊ അത് മൊത്തം മാറ്റിയിട്ട് ഇപ്പൊ ഇവരുടെ പരിപാടിയെ കാണും. അടിപൊളി പരിപാടി. ചായം കടിയുടെ അഭിപ്രായം എങ്ങനെയുണ്ട്? അതൊന്നല്ല, ഞാൻ ഇതേ പോയാലും ഇവിടെ വന്നിരുന്നു എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടേ